പക്ഷേ ഇപ്പൊ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ഗവൺമെന്റ് 2 വർഷക്കാലത്തെ അതിൻ്റെ മദ്യനയം വ്യക്തമായി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ആ മദ്യനയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അതുപോലെ തന്നെ ബിയർ, ഇതിനാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും എന്നാണ് മദ്യനയം. അപ്പം പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് ഇപ്പോഴും പറഞ്ഞതല്ല, 2023, 2024 ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ്. ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാ എതിർപ്പ്? വെറുതെ സമരം നടന്നു പറഞ്ഞാൽ പോരല്ലോ. എന്തിലാ എതിർപ്പ്? ഇവിടെ ഇപ്പോഴ് പ്രധാനമായിട്ടും ഇവിടെ കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 8 ഡിസ്റ്റിലറി ഉണ്ട്, 8 എണ്ണം. അതേപോലെ ബ്ലൻഡിംഗ് യൂണിറ്റുകൾ 10 എണ്ണം ഉണ്ട്. പിന്നെ 2 ബ്രൂവറി ഉണ്ട്. ഇത് UDFന്റെയും LDFന്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് സ്ഥാപിച്ചതല്ല എന്നർത്ഥം. UDFന്റെ കാലത്തും LDFന്റെ കാലത്തും സ്ഥാപിച്ചതാണ് ഈ പറഞ്ഞ നമ്പറെല്ലാം. ഒന്നും ടെൻഡർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതല്ല. UDFന്റെ കാലത്തുമല്ല, LDFന്റെ കാലത്തുമല്ല. ടെൻഡർ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുക, എന്നിട്ട് അതിന് ടെൻഡർ വിളിക്കുക എന്നുള്ളത്. ഇതെല്ലാ സംരംഭങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. ആ UDFന്റെ ഗവൺമെന്റ് കാലത്തോടെ LDFന്റെ കാലത്തും അത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒയാസിസിന് എന്താണ് എന്നുള്ളതാണ് പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. അവരാണ് ഈ സ്ഥലവും അതുപോലെ തന്നെ അതിന്റെ പ്രൊജക്റ്റ് മുഴുവൻ കേരള ഗവൺമെന്റിന് സമർപ്പിച്ച് ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം എല്ലാ തരത്തിലുള്ള നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും അതേപോലെ ശുദ്ധജലം ഉൾപ്പെടെ ഇതിനും ആവശ്യമുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് അവർ കണ്ടത് 5 ഏക്കർ സ്ഥലം മുഴുവൻ മഴവെള്ള സംഭരണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. 5 ഏക്കർ മഴവെള്ള സംഭരണിക്ക് ഉപയോഗിച്ചാൽ ഒരു 10 കോടി ലിറ്റർ മഴവെള്ളം ഓരോ സീസണിലും സംഭരിക്കാം. പണ്ട് തളിപ്പറമ്പ് മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. വലിയ തർക്കമായിരുന്നു. ഇവിടെ വെള്ളം. അന്ന് ഞാൻ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. ഞാൻ പറഞ്ഞു വെള്ളം ഞങ്ങൾ ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് വെച്ചു. അപ്പോഴാണ് പറഞ്ഞത് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നു. 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള മഴവെള്ള സംഭരണി അവിടെയുണ്ട്. 8 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാനുള്ള സംഭരണി ഇപ്പോഴൊരു കായൽ പോലെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിന്റെ ഭാഗമായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പോവാം, അന്വേഷിക്കാം, കാണാം. ഇപ്പോൾ നിലവിലുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ കൊല്ലായി. അപ്പോൾ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഒരു എന്താ പറയുക, ഒരു മറ്റേ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലുള്ള മഴവെള്ള സംഭരണിയല്ല. 5 ഏക്കർ സ്ഥലം പൂർണ്ണമായിട്ടും മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഞാൻ ഈ പറഞ്ഞ 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഞങ്ങളിപ്പോൾ 8 കോടി ഒരു തരത്തിലുള്ള വിഷമം വേണ്ട കാര്യമില്ലല്ലോ. പറശ്ശിനിക്കടവിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം വേറെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് വെള്ളം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി അവിടെയുണ്ട്. അതിപ്പോൾ ഓരോ സീസണിലും മഴ വരുമല്ലോ, അതിനനുസരിച്ച് സംഭരിച്ച് നിറയുമ്പോൾ മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി വെള്ളം. അപ്പോൾ അല്ല, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ചോട്ടെ, അമേരിക്ക പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ അതായി പ്ലസ് 2 പിടിക്കാതെ അത് തുടങ്ങിയിരിക്കുക കള്ളപ്രചരണം നടത്താൻ. ഞാനതൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഞാൻ പറഞ്ഞതാണ് മഴവെള്ളം. അതായത് നിങ്ങൾ അവരിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, പേപ്പർ പറഞ്ഞിട്ടുണ്ട് 5 ഏക്കർ സ്ഥലം
മഴവെള്ള സംഭരണിക്ക് കൊണ്ട് ഉപയോഗിക്കുന്നു. 24 ഏക്കറിൽ നിന്ന് കൃത്യമായിട്ട് ഈ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവരെ കൂടി ബോധ്യപ്പെടുത്തണം. ഈ ഓയാസുകാരോട് കൂടി പറയണം, ഇങ്ങനെ പറശ്ശിനിക്കടവ് പോയി നോക്കണം. അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആളും ചോദിച്ചിട്ടുണ്ട് ഏത് എഞ്ചിനീയറാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു എഞ്ചിനീയറല്ല, നമ്മളെ ഉണ്ടാക്കിയതാണ്.